ആക്ച്വലി ഒരുപാട് യങ് സിംഗേഴ്സ് ഉണ്ട്, ഒരുപാട് പേര് വന്ന് പോകുന്നവരുണ്ട്, വന്ന് നിൽക്കുന്നവരുണ്ട്. പക്ഷെ ന്യൂ ഏജ് സിംഗേഴ്സിൽ ഒരുപാട് പാട്ട് പാടിയിരിക്കുന്ന ലൈക്ക് യു ആർ ഫോർച്ചുനേറ്റ്, യു ആർ ബ്ലെസ്ഡ് വിത്ത് എ ഗുഡ് വോയിസ് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് കാണാം. ഈ കോമ്പറ്റീഷൻ എങ്ങനെയാണ് കാണുന്നത്? എനിക്ക് കിട്ടുന്ന ഒരു പടം അതെന്ത് ഒരു വരിയായാൽ പോലും ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ എത്ര സിംഗേഴ്സിന് ബാക്കി എത്ര പാട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. കാരണം അത് നല്ലതാണ്. എല്ലാവരും നല്ല പാട്ടുകൾ പാടട്ടെ, നല്ല രീതിയിൽ ഹിറ്റാവട്ടെ പാട്ടുകൾ, അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്ക് കിട്ടുന്ന പാട്ട് ഞാൻ വളരെ സന്തുഷ്ടനാണ്. ആ പാട്ട് പഠിച്ചവൻ്റെ അനുഗ്രഹത്താൽ എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. നല്ല ഹിറ്റ് പടങ്ങളിൽ പാടാൻ പറ്റുന്നുണ്ട്, നല്ല ഡയറക്ടേഴ്സിൻ്റെ കീഴിൽ, നല്ല മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കീഴിൽ. ഇപ്പോൾ എല്ലാ പടങ്ങളിലും ആ പാട്ടുകളൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഈഗോ എന്നൊരു സംഭവം, എനിക്ക് ആ കോമ്പറ്റീറ്റീവ് മൈൻഡ് എൻ്റെ ഇല്ല. ഡയമണ്ട് നെക്ലസ് എന്ന ഫിലിം വളരെ ഓർക്കപ്പുറത്ത്, എൻ്റെ ലൈഫിലെല്ലാം ഞാനിങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചൊന്നുമല്ല മുന്നോട്ട് പോകുന്നത്, എല്ലാം ഓർക്കപ്പുറത്ത് കിട്ടുന്നൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ കിട്ടിയൊരു പടമായിരുന്നു ഡയമണ്ട് നെക്ലസ്. അപ്പോൾ അങ്ങനെയാണ് സിനിമ ബാക്കിയുള്ള പടങ്ങളൊക്കെ ഒരു വഴിത്തിരിവായിട്ട് മാറി വരുന്നു. ഡയമണ്ട് നെക്ലസിനെ പറ്റി നമുക്ക് സംസാരിക്കാം. അന്നേരം വന്ന ഓഫർ, ഓബിയസ്ലി സിനിമ ഒരു ഹ്യൂജ് ഹിറ്റ് ആയിരുന്നു, വളരെ നല്ല സിനിമയായിരുന്നു. ആ സിനിമയുടെ ഒരു ഭാഗമാകുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു കാര്യമാണല്ലോ. അപ്പോൾ ആ പാട്ടിലേക്ക് നമുക്ക് അതിൻ്റെ എക്സ്പീരിയൻസ്. ഓക്കെ. ഞാൻ ആ പടം എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഡയമണ്ട് ആയിട്ട് ഞാൻ എപ്പോഴും കരുതുകയാണ്. കാരണം അത് എന്ന് പറഞ്ഞാൽ, കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ മുന്നേ കുറേ പടമൊക്കെ പാടിയിട്ടുണ്ടെങ്കിലും ഒരു പാട്ട് റീച്ച് ചെയ്യണമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ പ്രണയത്തിന് റീച്ച് ചെയ്തു ഓഫ് കോഴ്സ്, പക്ഷേ അതിനുശേഷം എനിക്ക് കുറച്ച് പടങ്ങൾ എനിക്ക് പാടാൻ പറ്റിയെങ്കിൽ അതൊന്നും വലിയ ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. അപ്പോൾ ഡയമണ്ട് നെക്ലസ് തന്നെ എല്ലാ ഘടകവും ചേർന്ന് വന്നൊരു പടമായിരുന്നു. അതിൻ്റെ വിഷ്വൽസും അതിൻ്റെ ഡയറക്ഷൻ, എൻ്റെ കഥ, എൻ്റെ അഭിനയിച്ച ഒരു പടം ഒരു വലിയൊരു ഹ്യൂജ് ഹിറ്റായിട്ട് മാറി. അങ്ങനെ ഈ പാട്ടും അത് ഓഫ് കോഴ്സ് അത് അറിയാമല്ലോ, വിദ്യാസാഗർ സാറിൻ്റെ പാട്ടാണ്. അതിനുശേഷം എനിക്ക് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും വിളിച്ചു, ഒരു ബ്ലോക്ക് അങ്ങ് മാറി കിട്ടി. പിന്നെ ആ പാടിയ പടങ്ങളൊക്കെ ഹിറ്റിലോട്ട് പോയി. ഇപ്പം നമുക്ക് ഈ 2012 ഡയമണ്ട് നെക്ലസ്. അതിനുശേഷം എനിക്കൊരു 10-30 പടമെങ്കിലും എനിക്ക് ഒരു നല്ല ഏകദേശം ഹിറ്റ് പടങ്ങളിൽ പാടാനുള്ളൊരു അവസരം ലഭിച്ചു. പാട്ട് കേൾക്കാം. തൊട്ട് തൊട്ട് തൊട്ടു നോക്കാമോ ഒന്ന് തൊട്ടാവാടി നിന്നെ, വിട്ട് വിട്ട് വിട്ടു പോകാതെ എന്നും ചുറ്റിയിടാമോ നിന്നെ. തൊട്ട് തൊട്ട് നോക്കാമോ ഒന്ന് തൊട്ടാവാടി നിന്നെ, വിട്ട് വിട്ട് വിട്ടു പോകാതെ എന്നും ചുറ്റിയിടാമോ നിന്നെ. എനിക്ക് വിചാരിച്ചിരുന്നില്ല ആ പാട്ട് എനിക്ക് കൊണ്ട് പാടാൻ പറ്റുന്നുള്ളൂ. അത്രയ്ക്കും ടോപ്പ് റേഞ്ചിലുള്ളൊരു പാട്ടാണ്. കുറേ സംഗതിയൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എങ്ങനെ എനിക്ക് പാടാൻ പറ്റില്ലെന്ന്. പക്ഷേ ബിജി ചേട്ടനാണ് എനിക്ക് ആ ഒരു ഫുൾ കോൺഫിഡൻസ് എന്ന് ആ പാട്ട് ഏകദേശം ഒരു 1 hour എടുത്തോളൂ. കാരണം അത്രയും വളരെ ഈസി ആയിട്ട് അദ്ദേഹം എന്നെ ഹെൽപ്പ് ചെയ്തു. അപ്പം ആ പാട്ട് പാടാം. മേലെ മോഹവാനം രാവിൽ മിന്നും ഹാരം നീട്ടും നിന്നെ കണ്ടാൽ, ആടും നീരത്തണ്ടും
താനേ ഗാനം മൂളും പെണ്ണെ നിന്നെ കണ്ടാൽ മേലെ മോഹവാനം